കൃഷിഭവന്റെ നേതൃത്വത്തിൽ ഞാറ്റുവേല ചന്തയും കർഷക സഭയും നടന്നു. ഇടുക്കി ലൈവ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ഓക്സിജൻ, ദ ലാപ്ടോപ്പ് എക്സ്പെർട്ട്. തിരുവാതിര ഞാറ്റുവേലയോടനുബന്ധിച്ച് ഞാറ്റുവേല ചന്തയുടെയും കർഷക സഭകളുടെയും കട്ടപ്പന കൃഷിഭവന്റെ നേതൃത്വത്തിൽ നടന്നു. നഗരസഭാ ചെയർപേഴ്സൺ ബീന ടോമി ഉദ്ഘാടനം ചെയ്തു. കൃഷി ഓഫീസിൽ നിന്ന് എത്തിയിരിക്കുന്ന സ്റ്റാഫുകൾ, മറ്റ് എൻ്റെ സഹോദരിമാരെ ഇന്ന് ഈ ഒരു കാലത്ത് എല്ലാ വിളകളും നമ്മൾ മാറ്റി ഓരോന്ന് കൃഷി ചെയ്ത് ഏതാണ് വിജയം നമ്മൾ കണ്ടെത്തുന്നത് എന്ന് ഉദ്ദേശ ലക്ഷ്യത്തോടെ നമ്മൾ കൊടിയും കാപ്പിയെല്ലാം വെട്ടിക്കളഞ്ഞ് ഏലത്തിലേക്ക് കയറി. ഇപ്പോൾ ഈ ഒരു വർഷത്തെ നമ്മുടെ കാലാവസ്ഥ അത് നമുക്ക് അനുകൂലമായിരുന്നു. അതുകൊണ്ട് അത് നമ്മുടെ ഏലം മുഴുവൻ നശിച്ച് വീണ്ടും നമ്മൾ പഴയ കൃഷിയിലേക്ക് കടന്നു വരേണ്ട സാഹചര്യത്തിലാണ് ഇപ്പോൾ എത്തിയിരിക്കുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ മറ്റ് കൊടിയും കാപ്പിയും കൊക്കോയും ഒക്കെ വെട്ടിക്കളഞ്ഞ് നമ്മൾ എല്ലാം നശിപ്പിച്ച് ഇനി വീണ്ടും നമ്മൾ ഒന്നേന്ന് തുടങ്ങുകയാണ്. അതിൻ്റെ ഒരു ഭാഗമായിട്ടാണ് സത്യം പറഞ്ഞാൽ ഇന്ന് ഈ കൊടിക്കൃഷി നമ്മൾ മുന്നോട്ട് കൊണ്ടുവരണം എന്ന് തന്നെയാണ് പറയുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ അത്യന്താപേക്ഷിതമാണ് കുരുമുളക്. അപ്പോൾ കൊടികൾ ഇന്ന് ഈ ഒരു സാഹചര്യത്തിൽ കൊടിയും കുരുമുളകും കാണാനില്ല. അപ്പോൾ നമുക്കിതിന് എല്ലാം പ്രോത്സാഹനമായിട്ട് കൃഷി ഓഫീസിൽ നിന്നും നമുക്ക് പല കൊടിത്തൈകളും അതുപോലെയുള്ള മറ്റു സാധനങ്ങളും എല്ലാം തരുന്നുണ്ട്. അപ്പോൾ നമ്മൾ വീണ്ടും കൃഷിയിലേക്ക് എത്തണമെന്ന്. തുടർന്ന് മുനിസിപ്പാലിറ്റി ഗ്രൗണ്ടിൽ വെച്ച് വണ്ടിപ്രിയർ കേരള വെജിറ്റബിൾ ഫാമിൽ ഉൽപ്പാദിപ്പിച്ച കുരുമുളക് തൈകൾ വിതരണം ചെയ്തു. നഗരസഭ വൈസ് ചെയർമാൻ KJ ബെന്നി, കൃഷി ഓഫീസർ ആഗ്നസ്, നഗരസഭാ കൌൺസിലർമാർ തുടങ്ങിയവർ പങ്കെടുത്തു. 5000 തൈകളാണ് വിതരണം ചെയ്തത്. വരും ദിവസങ്ങളിൽ 20,000 തൈകൾ വിതരണത്തിനായി എത്തുമെന്ന് കൃഷി ഓഫീസർ അറിയിച്ചു. ഇടുക്കി ലൈവ് ന്യൂസ് കട്ടപ്പന. ഇടുക്കി ലൈവ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് Looking for the latest laptops? Looking for the best offers? Let's go to our expert. Oxygen, the laptop expert.